ഗ്യാസും കുറ്റി വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസും കുറ്റിനെ ഒഴിവാക്കി. ഗ്യാസ് 5 മുക്കിൽ ഇങ്ങനെ കത്തി കിടക്കും. AC-യിലും വർക്ക് ചെയ്യും, DC-യിലും വർക്ക് ചെയ്യും. രണ്ടും ഒരേ സമയത്ത് 2 എണ്ണം പാചകം ചെയ്യുക. ഗ്യാസിനൊക്കെ ഇപ്പോൾ നല്ല ക്ഷാമമാണ് വരാൻ പോകുന്നതല്ലേ, ലോകം മുഴുവനും. എന്തിനാണ് പാചകം ചെയ്യാൻ ഗ്യാസ്? നേരിട്ട് സോളാർ പാനലിൽ നിന്ന് നമുക്ക് പകൽ സമയം ലൈവായി രാവിലെ ഒരു 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ 2 ഇൻഡക്ഷൻ കുക്ക്, ഈസി കുക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോട്ടലിലും വീടുകളിലൊക്കെ പാചകം ചെയ്യാൻ. രാത്രി പറ്റില്ല. എത്രയോ ഹോട്ടൽ അടച്ചു പൂട്ടി. എന്തിനാണ് ഇങ്ങനെ വലിയ പാത്രം തന്നെ വെച്ച് 2 എണ്ണം ഈ 5 പാനലിൽ ലോഡ് ചെയ്ത് ലൈവായി പാചകം ചെയ്ത് കാണിക്കുകയാണ്. അതിന് വേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. ഗ്യാസും കുറ്റി വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസും കുറ്റിനെ ഒഴിവാക്കി. ഗ്യാസും കുറ്റി വേണ്ട. 2 ഇൻഡക്ഷൻ സ്റ്റൗ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. 2 ഇപ്പോൾ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2നും ഇതാ ഈ പ്ലഗിലാണ് വെച്ചിട്ടുള്ളത്. നോക്കൂ, ഈ പ്ലഗിൽ എന്തുണ്ട് നമുക്ക് നോക്കാം. ഇതിനുള്ളിൽ എന്തെങ്കിലും വല്ല ഇൻവെർട്ടറോ ബാറ്ററി ഉണ്ടോ? ഈ വീഡിയോയിൽ ഒരു തരികിടയും തട്ടിപ്പോയില്ല. അത് പ്യൂർലി ടെക്നോളജി കേട്ടോ. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തതാണ്. എത്ര വോൾട്ട് കിട്ടുന്നുണ്ട് നോക്കൂ. ഇപ്പോൾ 2 എണ്ണമാണ് വർക്ക് ചെയ്യണത്. ഞാനതൊന്ന് റെഡ്യൂസ് ചെയ്യണം. വെയിൽ കൂടുന്നതനുസരിച്ച്. ഇവിടെ നോക്കൂ നിങ്ങൾ, DC ആയിരിക്കും ഇതിൽ വരുന്നത്. ഈ DC ഈ പ്ലഗിലാണ് ഇത് DC റേഞ്ചിലിട്ടിട്ടുള്ളത്. നോക്കാം, ഉണ്ടോ 220. അതുപോലെ ഇങ്ങനെ ഇത് ഓണാകുമ്പോൾ ലോഡിങ് ആണ്. കുഴപ്പമില്ല. വെയിൽ വന്നു. ഇങ്ങോട്ട് നോക്കുകളെ, 230 വോൾട്ട് നമ്മുടെ ലൈൻ വോൾട്ട് പോലെ DC ആണെന്ന് മാത്രം. കുഴപ്പമില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഈ DC-യിൽ നമുക്ക് സാധാ ബൾബുകൾ കത്തിക്കുക കാണിച്ചു തരികയാണ്. ഇത് സാധാ ബൾബാണ്. ഇതാ നമ്മുടെ സ്വന്തം ബൾബ് കേട്ടോ. 5 മുക്കിലിൻ്റെ ബൾബാണ് കേട്ടോ. ഇറങ്ങിയിട്ടില്ലേ? ഇപ്പോൾ ഇറങ്ങും. ഉദ്ഘാടനത്തിലാണ്. ഇതാ 5 മുക്കിൽ ഇങ്ങനെ കത്തി കിടക്കും. ഇവിടെ ആ ഒരു സാധനം പ്രിൻ്റ് ചെയ്യാറില്ലേ? നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാനുള്ള കേട്ടോ. നിങ്ങളെ ബ്രാൻഡ് ഇതിൽ പ്രിൻ്റ് ചെയ്ത് തരും. ഇനി സാധാ ബൾബ് 200 വാട്ട്സാണ് ഇത് കേട്ടോ. 200 വാട്ട്സിൻ്റെ ബൾബ് 220, 230 ഷോക്കടിക്കൊക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ. സാധാ ബൾബ് ഇതേ കത്തണ്. സാധാ 220 വോൾട്ടിൻ്റെ ബൾബാണ് ആ കത്തുന്നത്. ഇതിന് നമുക്ക് എന്തൊക്കെ വേണം ഈ സംവിധാനത്തിന്? ഇത് കണ്ടില്ലേ, നേരെ സീരിയലായിട്ട് ഇങ്ങോട്ട് കൊടുത്തു. 1 by 1 ആയിട്ട് കൊടുത്തു 5 എണ്ണത്തിന്. ഇതെല്ലാം കൂടി ഇപ്പോൾ ഒരു 3000 വാട്ട്സ് ഉണ്ട് ഈ പാനലൊക്കെ കൂടെ. 3000 വേണമെന്നില്ല. നിങ്ങൾ വാട്ട്സ് കുറഞ്ഞ 600 വാട്ട്സിൻ്റെ പകരം 600 വെച്ചിട്ടുള്ളത്. 6×5 30. അപ്പോൾ 600 പകരം 500, 400, 300 വെച്ചാലും മതി. അപ്പോൾ 5 പാനൽ വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 230, 240 വോൾട്ട് കിട്ടും. അതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനാണ്. ഇനി നമുക്ക് ഇത് വെയിൽ ഉള്ള നേരത്തെ അത് വർക്ക് ചെയ്യുക. നല്ല വെയിൽ കുറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻഡക്ഷൻ ഓടിക്കുക. ഫുൾ വെയിലുണ്ട് എങ്കിൽ ഈ 5 പാനലിൻ്റെ പുറത്ത് 2 ഇൻഡക്ഷൻ ഓടിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം വെയിൽ കുറച്ച് കുറവാണ് അല്ലേ, എന്നാലും ഒന്ന് പക്ക ഓടിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാ ഇപ്പോൾ ഞാൻ 1200 ഇട്ടിട്ടുള്ളത് നോക്കിക്കോളി. 1200 ഇട്ടിട്ടുണ്ട്. ഒന്നും കൂടി കൂട്ടുകയാണെങ്കിൽ 1500 പ്ലസ് ഇത് ഇട്ടിട്ടുണ്ട്. ഏത് ഒരു 200 വാട്ട് ബൾബും ഉണ്ട്. ഒരു എണ്ണം കുറഞ്ഞ വെയിലെത്തുക. ഇനി നല്ല വെയിൽ ഇപ്പോൾ സെൻറ്റർക്ക് വരട്ടെ. ഇവിടേക്ക് മൊത്തം വെയിൽ വന്നാൽ ഇതിപ്പോൾ എൻ്റെ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മേൽക്കൂരയിലാണ് വെക്കേണ്ട കേട്ടോ, വീടിൻ്റെ താഴൊന്നുമല്ല. ഫുൾ വന്നാൽ ഞാനിത് 2 ഇൻഡക്ഷനും കൂടി ഒരുമിച്ച് ഇപ്പോൾ ലോഡ് ചെയ്യും. ഇതിൽ വിചാരിക്കും വേറെ കറണ്ട് എടുത്തോ, ഒന്നുമില്ല. ഇത് നേരെ സീരിയലായിട്ട് അവിടെ നിന്ന് കൊടുന്നു. നേരെ ഇത് സാധാരണ ഒരു പ്ലഗിലേക്ക് അങ്ങോട്ട് കൊടുത്തു. ഒരു എക്സ്റ്റൻഷൻ കോഡ് വെച്ചു. ഇതാ ഒരു വയർ അവിടെ നിന്ന് വരുന്നു, ഒരു വയർ ഇവിടെ നിന്ന് വരുന്നു. പ്ലസ്സും മൈനസും ഒന്നും നോക്കണ്ട. DC ആണെങ്കിലും പ്ലസ് മൈനസും കണ്ണും അടച്ചു കൊടുത്തോ. കാരണം ഈ ഇൻഡക്ഷൻ സ്റ്റൗ വർക്ക് ചെയ്യുന്നത് AC-യിലും വർക്ക് ചെയ്യും, DC-യിലും വർക്ക് ചെയ്യും. AC 220 വോൾട്ട് 250 വോൾട്ട് കൊടുത്താൽ അത് ഓക്കെയാണ്. അതേപോലെ DC ആണ് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. അപ്പോൾ ഈ കോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇത് ലോഡ് ചെയ്തുകൊണ്ടൊന്നും എടുത്ത് കുത്തി വെക്കരുതെന്ന് മാത്രം. പിന്നെ മെക്കാനിക്കൽ സ്വിച്ചുള്ള ഒരു സാധനം ലോഡ് ചെയ്യാം, ഇൻഡക്ഷൻ ഒന്നും ലോഡ് ചെയ്യരുത്. മെക്കാനിക്കൽ സ്വിച്ചുള്ള ഇൻഡക്ഷൻ ഉണ്ടായേക്കാം. ഫദർ ടച്ച്, സോഫ്റ്റ് ടച്ച്, ഡിജിറ്റൽ ടച്ച് സ്വിച്ചുള്ള ഇൻഡക്ഷനെ ഇതിൽ ലോഡ് ചെയ്യാവും. ഇപ്പോൾ ഞാനിവിടെ കൊടുത്തുള്ളത് ഈസി കുക്കാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നത് അതായതുകൊണ്ട് എടുത്തു വെച്ച എല്ലാ ഇൻഡക്ഷനും ഓടും കേട്ടോ. ഈസി കുക്ക് മാത്രമൊന്നുമല്ല, ഇന്ന് ദുനിയാവിൽ ഏതെല്ലാം ഇൻഡക്ഷനൊക്കെ ഓടും. അപ്പോൾ ചിലർ ചോദിക്കും IR-ൻ്റെ അത് ഓടും. IR ഓടും, അതിൻ്റെ സ്വിച്ച് ഒന്ന് നോക്കണമെന്ന് മാത്രം. മെക്കാനിക്കൽ സ്വിച്ച് ആണെങ്കിൽ ആ ഇൻഫ്രാറെഡ് കുക്കുകൾ വെക്കല്ല, അടുപ്പ് വെക്കല്ല. മെക്കാനിക്കൽ ടച്ച് ആണെങ്കിൽ ഉപയോഗിച്ച് നോക്കി വർക്ക് ചെയ്യും. സോ ഇനി നമുക്ക് 2 കൂടി ഒരുമിച്ച് ഒന്ന് ലോഡ് ചെയ്യാം.
അപ്പോൾ അത് 2 ഇൻഡക്ഷൻ ഒരുമിച്ച് ലോഡായിട്ടുണ്ട്. വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെ നിഴലൊന്നുമില്ല, ചെറിയൊരു നിഴലൊക്കെ ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. വന്നോളി നോക്കിക്കോളി. രണ്ടും വെള്ളം തിളയ്ക്കുന്നു. ഇപ്പോൾ രണ്ടും ഒരേ സമയത്ത് 2 എണ്ണം പാചകം ചെയ്യുക. കുറഞ്ഞ വെയിലുള്ളപ്പോൾ ഒരെണ്ണം. ഇനി നിങ്ങൾക്ക് വെയിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ പാചകം ചെയ്യണമെങ്കിൽ ഒരു ചെറിയ ഒരു ഐഡിയയും കൂടെ ഇതിൻ്റെ പുറത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ നിർമ്മിക്കുക. കറണ്ടും ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഈ ഒരു ബോക്സിലേക്ക് സോളാറും മിക്സ് ചെയ്തിട്ട്, സോളാർ എന്നുള്ളത് മുഴുവനും നമ്മളെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ പോലെ ഇൻഡക്ഷൻ വർക്ക് ചെയ്യും. എങ്ങാനും സൂര്യനും അല്പം കുറഞ്ഞാൽ ആവശ്യമുള്ളത് ലൈനിൽ നിന്ന് വലിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനമുണ്ട്. അത് അടുത്ത എൻ്റെ ഒരു പെയ്ഡ് വീഡിയോ പ്രോഗ്രാമുണ്ട്, ഓൺലൈൻ പ്രോഗ്രാമാണ്. ആർക്കും അതിൽ പങ്കെടുക്കുക. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ വിളിച്ചോളി, നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മാസം തന്നെ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ഇത് മാത്രമൊന്നുമല്ല, ഈ സോളാർ ഉപയോഗിച്ച് AC എയർ കണ്ടീഷണർ ഉപയോഗിക്കുക. ഈ സോളാർ ഉപയോഗിച്ച് നമ്മളെ വീട് മൊത്തം ലോഡ് ചെയ്യുക. ഒരു ഇൻവെർട്ടറും വേണ്ട, കൺവെർട്ടറും വേണ്ട, അങ്ങനെയും ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇത്തരം ഐഡിയാസൊക്കെ പെയ്ഡ് പ്രോഗ്രാമാണ്. താഴെ നമ്പറിൽ വിളിച്ചോളി. ഇനി നിങ്ങൾക്ക് ഇതുപോലെ വേണോ, നിങ്ങൾ തന്നെ ഒരു 5 പാനൽ മേടിച്ചോളി. ഒരു 40,000 രൂപ മുതൽ 60,000 രൂപ വരും ഈ ഒരു 6 പാനലിന്. അത് നിങ്ങൾ തന്നെ മേടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ തന്നെ ചെയ്തോളി. അതിന് ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല. അതല്ല, ഞങ്ങളെ കയ്യിൽ നിന്ന്, നമ്മുടെ കമ്പനിയിൽ നിന്ന്, ബ്രിഡ്കോയുടെ കീഴിലുള്ള ടെക്റ്റിഫൈ എന്ന് പറയുന്ന കോട്ടക്കൽ ആസ്ഥാനമായ കമ്പനിയിൽ സോളാർ ഉണ്ട്. അവർ വേണമെങ്കിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും. അതൊക്കെ വേണമെങ്കിൽ ടെക്റ്റിഫൈയുടെ നമ്പർ ഞാൻ താഴെ ഇടാം, അതിൽ വിളിച്ചോ. അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. തിരുവനന്തപുരം, കാസർഗോഡ് നിന്നൊന്നും ഇവിടുന്ന് സോളാർ ഏറ്റി കൊണ്ടുപോകണ്ട. നിങ്ങൾ തന്നെ അവിടുന്ന് മേടിച്ച് ഇതുപോലെ വയർ ചെയ്ത് വെച്ചോ. ഇനി അടുത്തൊരു നല്ലൊരു ട്രെയിനിങ് പ്രോഗ്രാം, എല്ലാം AC-യും DC-യും വീട് മുഴുവനും ലോഡ് ചെയ്യാൻ കുറഞ്ഞ ചിലവിൽ, ഗവൺമെൻറ്റിൻ്റെ ലൈസൻസ് ഇല്ലാതെ KSEB-നെ കൊണ്ട് കണക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഈ ടെക്നോളജി പഠിക്കാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് താഴെ നമ്പറിൽ വിളിച്ചോളി. ഇത്തരം നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. 2000 വാട്ട്സിലാണ് ഇട്ടുള്ളത് കേട്ടോ. 2000 വാട്ട്സ് വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിന് മെയിൻ്റനൻസ് ഒന്നുമില്ല കേട്ടോ. ഇത് 25 വർഷക്കാലമാണ് ഒരു സോളാർ പാനലിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഇൻവെർട്ടർ വേണ്ട, ബാറ്ററി വേണ്ട, കറണ്ട് ലൈന് വേണ്ട, ഗ്യാസും വേണ്ട, ലൈവ്. എത്രയും ഒരിക്കലല്ലേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടുള്ളൂ, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിന് നല്ലൊരു ഫ്രെയിം കൂട്ടണമെന്നൊന്നുമില്ല. എവിടെയെങ്കിലും നിങ്ങളെ വീടിൻ്റെ മേൽക്കൂരയിൽ കുറച്ച് ചരിച്ചിട്ട് ആ വെയിലിനനുസരിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി. അതിനൊരു ഫ്രെയിം ഇട്ട് വെച്ചാൽ പെർമനൻറ്റ്.